അമേരിക്കയിലെ മിസോറി സംസ്ഥാനം, മാർഷ്ഫീൽഡ് എന്ന കുഗ്രാമം. നാട്ടിൽ അറിയപ്പെടുന്ന കുടുംബത്തിൽ 7 മക്കളിൽ മൂന്നാമൻ. പിതാവ് ജോൺ, അമ്മ വെർജീനിയ ലീ. ധാരാളം ഭൂസ്വത്ത്. ഇതെല്ലാമായിരുന്നു ആ ബാലന്റെ ബാല്യ പശ്ചാത്തലം. അധ്യാപകരുടെ നോട്ടപ്പുള്ളി. ക്ലാസ്സിൽ അച്ചടക്കം തീരെയില്ല. എന്നാൽ ആ അച്ചടക്കമില്ലായ്മയുടെ കാരണം മറ്റൊന്നായിരുന്നു. അധ്യാപകർ പറഞ്ഞുകൊടുക്കുന്ന കാര്യങ്ങൾ വളരെ വേഗം മനസ്സിലാക്കിയ ശേഷം സമയം പോകാനുള്ള കുസൃതികളായിരുന്നു അവയെല്ലാം. എല്ലാ വിഷയങ്ങളിലും മികവ്, പക്ഷേ സ്പെല്ലിംഗ് മാത്രം അറിയില്ല. സ്പെല്ലിംഗ് ശ്രദ്ധിക്കാൻ താൽപ്പര്യവുമില്ല. ഒഴിവുവേളകൾ മുഴുവൻ ആകാശത്തേക്ക് നോക്കിയിരിക്കും. ആകാശം അവനോടും അവൻ ആകാശത്തോടും അവരുടേതായ ഭാഷയിൽ എന്തോ സംസാരിച്ചുകൊണ്ടിരുന്നു. ഒരു ജന്മദിനത്തിൽ മുത്തച്ഛൻ ഒരു സമ്മാനം നൽകി. തോട്ടത്തിൽ മുത്തച്ഛൻ സ്ഥാപിച്ചിരുന്ന ദൂരദർശിനിയിലൂടെ ഒരു രാത്രി മുഴുവൻ ആകാശക്കാഴ്ചകൾ കാണുവാനുള്ള അനുവാദമായിരുന്നു ആ സമ്മാനം. ആ നോട്ടം അവിടം കൊണ്ട് തീർന്നില്ല. അതൊരു തുടക്കമായിരുന്നു. കോടാനുകോടി നക്ഷത്രങ്ങൾ, നെബുലകൾ, ക്ഷീരപഥങ്ങൾ, പ്രപഞ്ചമൊട്ടാകെയും അതങ്ങനെ വികസിച്ചുകൊണ്ടിരുന്നു. ഒരു പിറന്നാൾ സമ്മാനത്തിലൂടെ, ഒരു നക്ഷത്ര തിളക്കത്തിലൂടെ ലോകപ്രശസ്തനായ ജ്യോതിശാസ്ത്രജ്ഞൻ എഡ്വിൻ ഹബിൾ പിറവിയെടുത്തു. പിന്നീട് ഇതുവരെയുള്ള എല്ലാ ജ്യോതിശാസ്ത്ര കണ്ടെത്തലുകളുടെയും ആധാരശില എഡ്വിൻ ഹബിളിന്റെ നക്ഷത്രത്തിളക്കമുള്ള കണ്ടെത്തലുകൾ ആയിരുന്നു. അർത്ഥപൂർണമായൊരു സമ്മാനം അർത്ഥപൂർണമായ മറ്റൊരു തുടക്കമാകുന്നു. കൊടുക്കുന്നത് ഒരു നക്ഷത്രത്തിളക്കമാകട്ടെ. വഴി കാണിക്കാൻ ആ നക്ഷത്രങ്ങൾ എന്നും മുന്നിലുണ്ടാകട്ടെ. നക്ഷത്രത്തിളക്കമാർന്ന ശുഭദിനം.